കണിയാപുരം MSS യൂണിറ്റിന്റെ നേതൃത്വമാണ് അധ്യക്ഷനായി. ആ യൂണിറ്റ് തുടങ്ങുന്ന എൻ്റെ അനുജൻ ഡോക്ടർ നജീബ്, ഷെരീഫ് സാഹിബ്, കരീം സാഹിബ് ഇവർ മൂന്നുപേരുടെയാണ് തുടക്കം കൊടുത്തത്. അന്ന് മുതൽ കൊണ്ടുനടക്കുകയാണ് ഷെരീഫ് ഈ യൂണിറ്റ് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണം. അദ്ദേഹം 2 വാക്ക് അവരുടെ പ്രവർത്തനത്തെ കുറിച്ച് 2 കാലത്ത് സംസാരിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. മുസ്ലിം സർവീസ് സൊസൈറ്റി കണിയാമ്പലം യൂണിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത നമ്മൾ മുന്നിട്ട് പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഡോക്ടർ നജീബ് അവർക്ക് 1 മിനിറ്റ് മൗനം തന്നിരിക്കാൻ ഞാൻ രണ്ടാമത്തെ ഒരു യോഗത്തിലാണ് മുസ്ലിം സർവീസ് സൊസൈറ്റി പെരുമാതറ യൂണിറ്റിൽ പങ്കെടുക്കുന്നത്. മുമ്പ് മർഹൂം റഹീം ഹാജിയുടെ വീട്ടിലായിരുന്നു MSSന്റെ രൂപീകരണവും അതുമായിപ്പെട്ട യോഗങ്ങൾ നടന്നത്. അന്ന് ആ യോഗത്തിൽ ഉണ്ടായിരുന്ന ഭാരവാഹികളുടെ സുനിൽ 2 പേരെ കൂടെ കാണുന്നുണ്ട്. ബാക്കി ഒത്തിരി പേര് അതിന് ഉണ്ടായിരുന്നു. 20 പേരോ 23 പേരോ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതിൽ വളരെ കുറവാണ്. അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷമുണ്ട്. മുസ്ലിം സർവീസ് സൊസൈറ്റി പെരുമാതറ യൂണിറ്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രവർത്തിക്കാൻ മനസ്സ് കാണിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ദൈവം തമ്പുരാൻ ആയുസ്സും ആരോഗ്യവും നമ്മുടെ സഹജീവികളെ സഹായിക്കാനുള്ള മനസ്സും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിന് ദൈവം തമ്പുരാനോട് പ്രാർത്ഥന. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സംഘടനയാണ് മുസ്ലിം സർവീസ് സൊസൈറ്റി. അതിന് വേണ്ടത് സമയവും ക്ഷമയും, ഇത് 2 ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഏതൊരു അധികാരമോഹങ്ങളും ഇല്ലാത്ത ഒരു സംഘടനയാണ് മുസ്ലിം സർവീസ് സൊസൈറ്റി. പ്രസിഡന്റ് ആരാണെന്നോ സെക്രട്ടറി ആരാണെന്നോ ട്രഷറർ ആരാണെന്നോ ഒന്നോ ആരും തീരുമാനിക്കാറില്ല. സ്വയം മുന്നോട്ട് വന്നതിനാൽ ഇത് ചെയ്യാം. ഇവിടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഏതൊരു മുസ്ലിം മത സംഘടനകൾക്കും ഏതൊരു താല്പര്യവും MSSലില്ല. നമുക്ക് നമ്മുടെ സഹജീവികളെ കഷ്ടപ്പെടുന്ന സഹായിക്കുക എന്നുള്ളത്, അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ക്യാൻസർ, കിഡ്നി, ഹാർട്ട്, ന്യൂറോ തുടങ്ങിയ രോഗികളായ അവശത അനുഭവിക്കുന്നതിന് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു അപേക്ഷ കിട്ടിയ ഉടനെ നമ്മൾ ഇവർക്ക് പൈസ കൊടുക്കുമെന്ന് നമ്മൾ നേരിടുന്നതിന് പടക്കത്തെ നേടി നമുക്ക് ഉറപ്പാണ്. നമ്മൾ അധികം ചെയ്തിരിക്കുന്നത് നമ്മൾ അത്രത്തോളം ഉത്തരവാദിത്വം അതിൽ കാണിക്കുന്നു എന്നതിന്റെ പേരിലാണ് ലക്ഷക്കണക്കിന് രൂപ എല്ലാ വർഷവും പറ്റുന്നത്. നമ്മളിതിന് ചികിത്സാ ധനസഹായം ആണ് കൊടുക്കുന്നത്. പെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ചികിത്സാ ധനസഹായം. നമ്മളൊരു അപേക്ഷ കിട്ടുന്ന അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ ആരോഗ്യ, വിദ്യാഭ്യാസം, പാർപ്പിടം തുടങ്ങിയ പല കാര്യങ്ങളിലും നമ്മൾ ബന്ധപ്പെടാറുണ്ട്. അതിന് ക്യാൻസർ രോഗി, കിഡ്നി ഇങ്ങനെയുള്ള വരുന്ന രോഗികളുടെ അപേക്ഷ നമ്മൾ വാങ്ങി അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ്, റേഷൻ കാർഡ്, ആധാറിന്റെ കോപ്പി, നമ്മുടെ അടുത്തുള്ള ജമാഅത്തിന്റെ റെക്കമെൻഡേഷൻ, യൂണിറ്റിന്റെ ശുപാർശ, ഇതെല്ലാം കൂടെ വാങ്ങി ഒരു ഫോട്ടോ വെച്ചൊരു അപേക്ഷ തന്നു കഴിഞ്ഞാൽ വരുന്നോടൊപ്പം ജോലി കുറയും, ഈ യൂണിറ്റിന് യോജിക്കും. അല്ലാതെ ഈ അപേക്ഷ മാത്രം അവിടെ ഇത്രയും രേഖകൾ തയ്യാറാക്കിയത് വന്നാൽ വീണ്ടും 1 മാസം കഴിഞ്ഞാൽ മാത്രമേ ആ അപേക്ഷ വീണ്ടും സമ്മതിക്കരുത്. ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയിൽ നിന്നാണ് നമ്മളല്ല നമ്മുടെ കാര്യമല്ല സെക്രട്ടറി, പ്രസിഡന്റും മെഡിക്കൽ കോളേജിലെയും ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ സംഘമാണ് ഹെൽത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞ് രൂപീകരിച്ചിട്ടുള്ളത്. അതിലാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന അപേക്ഷ കൃത്യമായി ഇത്രയും രേഖകൾ, അതായത് ഇവിടെ ഇപ്പോഴും ചികിത്സ ഉണ്ട് എന്നുള്ള അപേക്ഷയായിരിക്കും. അല്ലാതെ 4-5 വർഷങ്ങൾക്ക് മുമ്പുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട അപേക്ഷ നമുക്ക് കൊടുക്കില്ല. പിന്നെ ഫോളോ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യത. ഡോക്ടർമാരാണ് തീരുമാനിക്കുന്നത്. നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളൊരു അപേക്ഷ വാങ്ങുമ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗിക്ക് കിട്ടേണ്ട പ്രതിഫലം നമ്മളെ കാത്തിരിക്കും. നമ്മളൊരു അപേക്ഷ കൊടുക്കുമ്പോൾ ആ രോഗിയിലേക്ക് നമുക്ക് പ്രതിഫലം കിട്ടും. നമ്മൾ ഒരിക്കലും ഒരു അപേക്ഷയോടും നമ്മളത് കൊടുക്കണം എന്നുള്ള വാഗ്ദാനം കൊടുക്കാൻ പറ്റും. സംഘടനയിലെ തീരുമാനം അനുസരിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം വരുന്നതാണ്
ഇതിൽ ആർക്കൊക്കെ കൊടുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യമേ നമ്മൾ അപേക്ഷ എടുക്കുമ്പോൾ അങ്ങനെ അടുത്ത മാസം ഒരിക്കലും പറയുന്നത് നിങ്ങൾക്ക് ബാധ്യതയാണ്. ആ പാവപ്പെട്ട രോഗികൾ നിങ്ങളടുത്ത് ഇന്ന് ഇറങ്ങിക്കായിരിക്കും പൈസ കിട്ടില്ല പൈസ. അപ്പൊ അതുകൊണ്ട് അപേക്ഷകൾ വാങ്ങി നമ്മൾ കൊടുത്ത് സബ്മിറ്റ് ചെയ്തതിനു ശേഷം ആ ശുപാർശയൊക്കെ അംഗീകരിച്ചതിന് കൊടുക്കാൻ പറ്റുന്നത് ആണെങ്കിൽ 100% കൊടുക്കേണ്ടി ഒരു അപേക്ഷയെ നിരസിക്കാറില്ല. ഈ രേഖകൾ കൃത്യമായി സമർപ്പിക്കുക. അതും പാവപ്പെട്ടവർ തന്നെയായിരിക്കും നിവൃത്തിയില്ലാത്ത നമ്മളെ സഹജീവികളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഈ സമയം. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിങ്ങളെല്ലാം ഈ ഭാരവാഹികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. ഒന്ന് ജസ്റ്റ് ഇവിടെ ഒരുപാട് രോഗികളുണ്ട്. കണിയാമ്പലത്തിൽ ഇപ്പൊ വരുന്നുണ്ട് അപേക്ഷകൾ ഇവിടെ നിന്ന്. ഇപ്പൊ യൂണിറ്റ് ഇവിടെ നിലവിലുള്ളതെന്ന് ഞാൻ കഴിയുന്ന പാകിസ്ഥാനിന്റെ നമ്പറിൽ വിളിച്ചിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കാറുണ്ട്. ഒത്തിരി രോഗികളുണ്ട്, ഒത്തിരി പലരെങ്കിലും. അപ്പൊ നമ്മളൊന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജമാഅത്തുകൾ ഏറ്റവും വലിയൊരു പരസ്യം കൊടുക്കേണ്ടത് ജുമാ സമയത്ത് അവിടുത്തെ പരിപാലന സമിതിയുടെ നിർദ്ദേശപ്രകാരം ഇമാമിനെ കൊണ്ട് നമ്മൾ ഇങ്ങനൊരു സംഘടനകളുണ്ടെന്ന് നമ്മൾ ഇന്ന കാര്യങ്ങളോട് ചെയ്യുമെന്ന് ഇമാമിനെ കൊണ്ട് ആ പ്രസംഗത്തിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജുമാക്ക് കൂടുന്ന ആൾക്കാർക്ക് അറിവായി കിട്ടും. അത്തരം കാര്യങ്ങളാണ് നമ്മൾ പരസ്യം. അല്ലാതെ ദൃശ്യമാധ്യമങ്ങളിലോ പത്രത്തിലോ വീഡിയോയിലൊന്നും നമ്മൾ പരസ്യം ചെയ്യാത്ത പടച്ചവനുമായിട്ട് നേരിട്ട് ചെയ്യുന്ന ഒരു സഹായമാണ് ഈ കാര്യം. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന നമ്മുടെ ഈ പരിസരത്ത് ഒരുപാട് ജമാഅത്തുകളുണ്ട്. അപ്പൊ പണ്ട് ഞാൻ തന്നെയാണ് ഈ ജമാഅത്തുകളിൽ കത്തോട് പ്രവർത്തിക്കണം പറയാറുണ്ടായിരുന്നു, ചുരുങ്ങക്കാര്യം. പക്ഷെ ഇപ്പം പെരുമാറുന്ന യൂണിറ്റ് ഉള്ളതാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഓരോ ജുമായ്ക്ക് ഓരോ ജമാഅത്തിൽ ഒരു റിക്വസ്റ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെ ആരെ സമീപിക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് നമ്മൾ കൊടുക്കുന്ന നോട്ടീസ് അവരുടെ നോട്ടീസ് ബോർഡ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് അത് അറിയാൻ പറ്റും. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം പടച്ചവന്റെ ഭാഗത്തുനിന്നുള്ള കൂടി നമ്മൾ എഴുന്നേറ്റ് നടക്കാൻ അവരുടെ പ്രാർത്ഥനയാണ് കൊടുക്കുന്നത്. നമ്മളെ വീട്ടിലുള്ളവർ പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മളെ സഹായം പറ്റുന്നവരെ എല്ലാവരും ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് സാധനം കിട്ടി. അതും 12 മാസം നമ്മൾ കൊടുക്കുന്നതാണ്. 12 മാസം കഴിയുമ്പോൾ വീണ്ടും ഒന്നിനും ഇതേപോലെ അപേക്ഷ കൊടുക്കി ബാക്കി കാര്യങ്ങൾ കൊടുത്താൽ മാത്രമാണ് വീണ്ടും ഏകദേശം ഒരു 3 വർഷത്തോളമാണ് ഇതിലെ കാലാവധി. കൂടുതൽ നമ്മൾ 3 വർഷം നാളെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 3 വർഷം. ഇതിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കൊടുക്കുന്നത്, നമ്മുടെ സഹോദര സമുദായങ്ങൾക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ ഏതൊരു വേർതിരിവില്ല. നമ്മളെ സഹജീവി എന്നുള്ള ആ ഇതിൽ മറ്റു സമുദായപ്പെട്ടവർക്കും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ആ സഹോദര സമുദായം എല്ലാം കുറവാണെങ്കിൽ കുറച്ച് മാറിയാൽ വരും. ഈ പ്രശ്നത്തിന് വേണമെന്നില്ല. ചെറിയ തെരുവഴി ഭാഗങ്ങളിലൊക്കെ ഈ യൂണിറ്റിന്റെ ഇതിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഗൗരവമായി ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പം 2-ാം മാസം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് കൂടുതൽ സേവനം ചെയ്യാനുള്ള സന്നദ്ധ നമ്മളുണ്ടാകും. അതുപോലെ കക്ഷിദാനം കിട്ടി 25 പേർക്ക് 1000 രൂപ കക്ഷിദാനം കിട്ടി. ഇവിടെ 25 കൊണ്ടുവന്നാലും 2.5 ലക്ഷം കൊണ്ടുവന്നാലും വലിയ ബുദ്ധിമുട്ടുള്ള മേഖലയാണ്. ഏറ്റവും കൂടുതൽ പാവങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പൊ മത്സ്യത്തൊഴിലാളികളും കയർത്തൊഴിലാളികളും തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് എല്ലാവരും പാവങ്ങൾ. ഇപ്പൊ കയർത്തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്ത വല്ലാത്തൊരു അവസ്ഥയിലാണ്. പ്രവാസികളെല്ലാം തിരിച്ചു വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമായതുകൊണ്ട് നിങ്ങൾക്കുള്ള ഒരു ജമാഅത്ത് സംവിധാനം 7 ജമാഅത്തോ 8 ജമാഅത്തോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്റെ റിക്വസ്റ്റാണ്, ഒരു ജമാഅത്തിൽ നിന്ന് 25 പേരുടെ ലിസ്റ്റുമാണ്. ഇപ്പോഴത്തെ പരിപാലന സമിതിയുമായി ചേർന്ന് 25 പേര് ഒരു ജമാഅത്തിൽ നിന്ന് ആ ഒരു മാസം ആ ജമാഅത്തിൽ കൊടുക്കും. അടുത്ത മാസം അടുത്തൊരു ജമാഅത്ത്. അപ്പൊ കണ്ടിന്യൂ ചെയ്ത് എല്ലാ ജമാഅത്തുകളുമായി 25 പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റും. അല്ല നമ്മൾ വാങ്ങിക്കൊണ്ട് കൊടുപ്പോയി കഴിഞ്ഞാൽ നമ്മളെ ഈ ഉറപ്പാണ്. അത് വേറൊരു കാര്യമാണ്, നമ്മളിത് കൊടുക്കാൻ വേണ്ടി തിരുമിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും മൊത്ത വ്യാപാര കട ഉണ്ടെങ്കിൽ നമ്മളെ സംഘടനയെ 25 പേരുടെ ലിസ്റ്റും ആ സാധനങ്ങൾ വാങ്ങുന്നതിന്റെ ലിസ്റ്റുമായിട്ട് ജില്ലാ കമ്മിറ്റി എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ആ കടയിലേക്കുള്ള 20,000 രൂപ ചെക്ക് കിട്ടും. അപ്പൊ ഈ കടയിൽ നിങ്ങളുടെ ജമാഅത്തിലേതാണോ ആ ജമാഅത്തിൽ നമ്മളെ പെരുമാറുണ്ട് സ്ലീവ് വെച്ചൊരു സ്ലിപ്പ് കൊടുത്ത് എത്തി കഴിഞ്ഞാൽ ആ പോകുന്ന ആൾ വാങ്ങിക്കൊണ്ട് പോകും. നമ്മൾ അതിന്റെ പറയപ്പെടുന്നത് കന്യാകുളത്ത് ചെയ്യുന്നതാണ്. കുറെ പേര് വന്നു വാങ്ങിക്കും, കുറെ പേർക്ക് ആട്ടോ കൂടി കൊടുക്കാനില്ലെങ്കിൽ ഞങ്ങൾ തന്നെ ആരെങ്കിലും സ്കൂട്ടറിലൊക്കെ അവർക്ക് പറ്റി. അപ്പൊ ആ ഒരു സംവിധാനത്തിലൊക്കെ പോയാൽ മാത്രമേ ഇത് പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ നമ്മൾ പറ്റിയതാണെങ്കിൽ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് മെഡിക്കൽ സ്റ്റോർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫണ്ട് സ്വരൂപിച്ച് ആ മെഡിക്കൽ സ്റ്റോറിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മരുന്നിന് വന്നാൽ നമ്മൾ വളരെ പോക്കറ്റിൽ എടുക്കുന്നില്ല. ആ മെഡിക്കൽ സ്റ്റോറിൽ വരുന്ന ആളിന് 1000 രൂപയുടെ മരുന്ന് അല്ലെങ്കിൽ 500 രൂപയുടെ മരുന്ന് കൊടുക്കുന്ന സ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എളുപ്പമാണ് അവർക്ക് ചെയ്യും. കണിയാത്ത യൂണിറ്റിൽ മറ്റു പലർക്കൊക്കെ ചെയ്യുന്ന ആ സിസ്റ്റമാണ്. നമ്മുടെ റമദാനിൽ കിട്ടുന്ന ഫണ്ടിൽ ഏകദേശം 60% കണിയാവർക്കും വ്യത്യസ്തമുള്ള മെഡിക്കൽ സ്റ്റോറിൽ അപ്പോസിറ്റ് ആയിട്ടുള്ളൂ. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസ അന്വേഷിക്കുന്ന ആവശ്യമുള്ള മരുന്നിന് അന്നേരം ആ മെഡിക്കൽ സ്റ്റോറിൽ അവർ അടുത്ത ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി കൊടുക്കും. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവർത്തന മേഖല ഡെവലപ്പ് ചെയ്യും. കഴിയുന്നതും നമ്മൾ കാണുന്ന കണ്ട് വ്യക്തികൾ എന്നുള്ളതാണ്.
കണ്ടെത്തി അവർക്ക് ഈ നമ്മുടെ സഹായം എത്തിക്കാവുന്നതാണ്. എന്നാൽ മാത്രമേ നമ്മൾ അവരൊക്കെ ബന്ധം എപ്പോഴും അതുപോലെ തന്നെ ഈ വല്ലപ്പോഴൊക്കെ നമ്മുടെ ഈ ചികിത്സാ സഹായം കൊടുക്കുന്ന രോഗികളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യണം. പ്രസിഡന്റ് സെക്രട്ടറി ഭാരവാഹികളൊക്കെ നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ കൊടുക്കുന്ന ഈ എമൗണ്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കുറഞ്ഞു പോകുന്ന അവർക്ക് വീട് എന്തെങ്കിലും ആവശ്യമുണ്ട് പലയിടത്തും നമ്മൾ അനാവശ്യമായി ഏർപ്പെടുത്തിയ അതൊക്കെ നമ്മൾ ആരെങ്കിലും അന്നേരം ആ സ്പോൺസർ കഴിഞ്ഞാൽ അവർ ഏർപ്പെട്ട് വാങ്ങിക്കാൻ 5000 രൂപ ആകാനും ചില സ്ഥലങ്ങളിൽ വീൽ ചെയർ വാർത്തകൾ വേണ്ടി വരും. നമ്മുടെ ഈ സേവന മേഖലയുമായി ഇതുമായി ബന്ധപ്പെടണം. അതൊക്കെ നമ്മൾ പോയി കണ്ടുപിടിച്ച് അത്തരം കാര്യങ്ങളിൽ നിങ്ങളെല്ലാം ഒരേ മനസ്സോടെ വന്നു കഴിഞ്ഞാൽ ഇത് വലിയ ഉയർച്ചയാവും. ഞങ്ങൾക്ക് എല്ലാം അസൂയുണ്ട്. കാര്യം ഞാൻ വീട്ടിൽ പെരുമാറേക്ക് 2 മേജർ പ്രോജക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇത് എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. പെരുമാറ ഇവിടെ ബിൽഡിംഗ് പ്രോജക്റ്റും ഇവിടുത്തെ പാരിസും ഇത് പെരുമാറക്കാരുടെ മുസ്ലിം സർവീസ് സൊസൈറ്റി പെരുമാറയുടെ അഭിമാന സ്തംഭങ്ങളാണ് ഇത് രണ്ടും. അപ്പൊ നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ ഓരോ മെമ്പർമാർക്കും ഞാൻ വിമർശിച്ചിന്റെ അംഗമാണ്, നമ്മളുമായിട്ട് ബന്ധമുള്ളതാണ് ഈ 2 സംഗതികൾ. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ ആവശ്യമുണ്ട്. അങ്ങനെ തന്നെ സൗജന്യമായ ഡയാലിസിസ് ചെയ്യുന്ന സംവിധാനം ഇവിടെ ഉള്ളത്. അതുകൊണ്ട് വരിക എന്നുള്ളത് പറഞ്ഞ് നമ്മൾ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് എല്ലാ വിഭാഗം ആൾക്കാരുടെ നല്ലൊരു ബന്ധം സ്ഥാപിച്ച് കഴിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഗീതമായ ക്വസ്റ്റ്യൻ. അല്ലാഹു നിങ്ങൾക്കെല്ലാം അതിനുള്ള ആരോഗ്യം ആയുസ്സും ഒക്കെ തരട്ടുന്നു. നമ്മുടെ സഹജീവിയുടെ സഹായികളുടെ മനസ്സും ഒക്കെ തരട്ടെ എന്ന് ദൈവം തമ്പുരാനോട് പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് എല്ലാവർക്കും കണിയാപുരം മുസ്ലിം സർവീസ് സ്റ്റുഡന്റിന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ പെരുമാറുക യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സ്വാഭിഷൻ ക്യാൻസർ പേഷ്യന്റ് 2-3 പേർക്ക് നമ്മൾ മന്ത്ലി പെൻഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രാവശ്യം കുട്ടിക്ക് നമുക്ക് കൊടുത്തിരുന്നു. കാര്യക്ഷമമായ പ്രവർത്തിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് മെമ്പേഴ്സ് നിങ്ങളൊക്കെ കൂടിയിരിക്കുന്ന എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണം. ഫോം ഫിൽ ചെയ്തിട്ട് മെമ്പർഷിപ്പ് ഫീസ് കൊടുത്തിട്ട് അത് ജോയിൻ ചെയ്യണം. മാക്സിമം നമ്പർ മെമ്പേഴ്സിനെ ഇവിടെ കൊണ്ടുവരണം. അതാണ് ചെയ്യാനുള്ളത്. പിന്നെ ഇനിയിപ്പോ ഒരു വീടിന്റെ 60,000 രൂപ 75,000 രൂപ ഇവിടെ ഒരു വീട് റിപ്പയർ ചെയ്ത് കൊടുത്തു. മെയിൻ്റനൻസ് എത്രയൊക്കെ ഇത് യൂണിറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാര്യക്ഷമമായി നിങ്ങൾ പ്രവർത്തിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇനിയിപ്പോ നിങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളാണ് വേണ്ടത്. എന്തെല്ലാം നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടോ, ഡിസ്കഷൻ ചെയ്യാനുണ്ടോ, ആ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് സംസാരിച്ച് പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയും. യോഗത്തിന്റെ അധ്യക്ഷനും മറ്റ് ബഹുമാനികളും ഒരുപാട് ചാരിറ്റി സംവിധാനം നടത്തുന്ന ഒരു സംഘടനയാണ് MSS. കാരണം മുൻപ് റഹീം സാഹിബിന്റെ വീട്ടിൽ വെച്ചിരുന്ന കമ്മിറ്റിയിലും ഞാനതിൽ പങ്കെടുക്കുന്ന കരിമാക്കം ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അവിടെ നിന്ന് ഈ കണിയാപുരത്തിൽ നിന്ന് നോട്ടീസ് കൊണ്ടുവന്നിട്ട് ജമാഅത്തുകളിൽ കൊടുത്തിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയപ്പെടുന്ന ഒരു കാലം അന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് റിസാറ വീട്ടിൽ വെച്ച് ഒരു ദിവസം കൂടി വൈദ്യമാരുടെ വീട്ടിൽ വെച്ച് ഒരു ദിവസം ഒരു കമ്മിറ്റി കൂടി. പക്ഷെ അത് തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോഴും ഉള്ള സജീവമായ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. ഫറൂഖ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റിക്ക് എല്ലാവരും ഭാവങ്ങളും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന സംഘടന ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ അറിയിക്കേണ്ട ഒരു ചുമതല കൂടി വരകളുണ്ടാകും. അതുണ്ടായാൽ മാത്രമേ ഈ സംഘടന നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് ചെയ്യുന്നു, അത് ജാതി മതഭേദമൊന്നുമില്ലാതെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു തിരിച്ചൊരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഘടനയ്ക്ക് ഒരു സംവിധാനം, ഒരു സാമ്പത്തിക സ്വരൂപണമൊക്കെ നടത്തുന്ന സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ജനങ്ങൾ നമ്മളെ സഹായിക്കും. അപ്പോൾ അത്തരം ഒരു കാര്യം കൂടെ നമ്മൾ നടത്തുന്ന സംഘടന നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളെ കൂടെ വ്യക്തമായി ബോധ്യപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊരു അഭിപ്രായമാണ് എല്ലാവിധ ഭാവങ്ങളും വരുന്നത്. പഞ്ചായത്ത് മെമ്പറാണ് ഷാജൻ സാഹിബ്. ഗവൺമെന്റിന്റെ അധ്യക്ഷൻ ലത്തീഫ് സാർ, ഈ MSSന്റെ ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് സാഹിബ്, എൻ്റെ ജനറൽ സെക്രട്ടറി സാഹിബ്, കന്യാകുമാരി യൂണിറ്റിന്റെ പ്രസിഡന്റ് കരീം സാഹിബ്, സ്നേഹമുള്ള നാട്ടുകാരൻ സഹോദരൻ, നമുക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ് ജനങ്ങളെ സേവിക്കാൻ.
ഒരു വീണ് കിട്ടിയ അവസരം. നമുക്ക് ഇതിനു മുമ്പ് കിട്ടിയ തണലാണ്. അൽഹംദുലില്ലാഹ് തണലിപ്പോൾ ഒരുവിധം ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. ആൾക്കാർക്കെല്ലാം നമ്മുടെ എല്ലാ കഴിയുന്ന സഹായങ്ങൾ അതിലിപ്പോഴും ചെയ്തു. ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ പെരുമാതുറ ഇത് ചെയ്യാൻ വളരെയധികം അവസരങ്ങൾ. ഈ പെരുമാൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉള്ള ആൾക്കാർ വളരെ കൂടുതലുള്ള ഒരു പ്രദേശമാണ്. നമ്മുടെ ഒരു സർവേ നടത്തി നോക്കിയാൽ പഞ്ചായത്തുകളിൽ കിട്ടുന്ന സർവേ അല്ല ശരിക്കും ഒരു സർവേ അല്ല. നമ്മുടെ പഞ്ചായത്തുകളിൽ കൊടുക്കുന്ന പറഞ്ഞാൽ ഈ അന്നത്തിന് നടക്കുന്ന ആൾക്കാരെ എവിടെയെങ്കിലും പുനരോദ്ധിപ്പിക്കുക, അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക. അതാണ് അവരുടെ ഒരു ഇതിൻ്റെ ദാരിദ്ര്യ താഴെയുള്ളവർക്ക് കൊടുക്കുന്ന. പക്ഷെ അതുകൊണ്ട് ഒന്നും ആകുന്നില്ല. നമ്മളൊരു സർവേ നടത്തി ഓരോ മേഖലയും തിരിച്ച് ഓരോ പെരുമാതുറ, വടക്കേ പെരുമാതുറയും ഈ മധ്യ പെരുമാതുറയും കുട്ടപ്പനയും കൊട്ടാരത്തും മാടമ്പളയൊക്കെ തിരിച്ച് ഓരോ വാർഡ് തിരിച്ച് നമ്മളൊരു സർവേ എടുത്ത് നോക്കിയാൽ വളരെ കൂടുതൽ ആൾക്കാർ വീടില്ലാതെ വീടില്ലാതെ എവിടെ അവരുടെ കുടുംബമായി കഴിയുന്ന വളരെ കൂടുതലാണ്. അവർക്കൊക്കെ ഒരു കയറി കിടക്കാൻ ഒരു ആസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു നല്ല കാര്യം. പടച്ചവന്റെ ഭാഗത്ത് ഒരു പ്രത്യേക കൂലി കിട്ടുന്നത് ഇന്നും ഒരു നിരന്തരം വന്ന് നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 6, 7, 8 പേരൊക്കെ ഒന്നിച്ചത് 2 സെന്റ് 4 സെന്റ് കുടുംബ ഉള്ള 2 സെന്റിലോ 4 സെന്റിലോ ഒക്കെ 8, 9 പേർ ഒരുമിച്ച് കഴിഞ്ഞു 3 നില. അവർക്കെന്നും കിടക്കാൻ അവർ നമ്മളെ മെമ്പർ എന്ന രീതിയിൽ നമ്മുടെ ഒന്ന് പരാതിയാണ് പറയുന്നത്. പക്ഷേ ഈ പഞ്ചായത്തിനൊക്കെ ചെയ്യുന്നതിനും പരിധി. പുരയിടമില്ലാത്തവർക്ക് പുരയിടം കൊടുക്കാൻ ഇപ്പോൾ ഒരു പ്രത്യേക സ്കീം 2 ലക്ഷം രൂപ കൊടുക്കും. 3 സെന്റ് വാങ്ങിയാൽ ഈ 3 സെന്റിന് 2 ലക്ഷം രൂപ ഒക്കെ കിട്ടും. അപ്പൊ ഇവർ വീണ്ടും പഴയ ഒരു അവസ്ഥയിൽ തന്നെ പോകും. പിന്നെ ഇവർക്കൊക്കെ ഒരു ലൈഫ് ഒരു പദ്ധതി ഒരു ഫ്ലാറ്റ് നിർമ്മിച്ച് കൊടുക്കാം. ഏകദേശം ഇപ്പോൾ അടൂർ പഞ്ചായത്തിനാകെ ഉള്ള 40 കുടുംബങ്ങളാണ്. ഈ അടൂർ പഞ്ചായത്ത് 18 വാർഡിനകത്ത് 40 കുടുംബങ്ങൾ കൂടുതലുള്ള ആൾക്കാർ വീടില്ല. ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഇതുപോലുള്ള സംഘടനകളാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. നമുക്ക് ആ രീതിയിൽ കിട്ടിയ ഒരു ഭാഗ്യമാണ് ഈ MSSന്റെ യൂണിറ്റ് ഇവിടെ രൂപീകരിക്കാൻ കഴിയുക. നമുക്കെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരു അവസരം പടച്ചവൻ തരുന്നു. അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുമാണ്. പക്ഷെ ഇതിലൊരു കാര്യമുള്ളത്, ഈ നമ്മളിവിടെ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പോഴുണ്ട്. അവർ എത്ര ശ്രമിച്ചാലും ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു കൂട്ടം ഇത്രയും ആൾക്കാരെ സംഘടിപ്പിക്കാൻ കഴിയും. അതിന് ഫാറൂഖ് സാഹിബിനെ വളരെയധികം പ്രശംസിക്കേണ്ട ആവശ്യമുണ്ട്. 2 പാർട്ടിയാണ് പ്രധാനമായിട്ടുള്ളത്. ഈ 2 പാർട്ടിക്കാർ ഞങ്ങൾക്ക് അവിടെ കൂട്ടായ്മയുടെ കമ്മിറ്റിയോട് പറയാം 3, 4 പേര് വന്നിരുന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. 10, 12 പേര് 15ഓളം ആൾക്കാരുള്ള ഒരു കമ്മിറ്റിയിൽ ഞങ്ങൾ ആകെ കൂടുതൽ 3, 4 പേരും 5 പേരാണ്. ആ ഒരു അവസ്ഥയിലാണ് ഓടുന്നു പിരിഞ്ഞു പോകുന്നു എന്നല്ലാതെ മറ്റൊന്നും നടത്താൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി കൂടിയാൽ ബ്രാഞ്ചിൽ 15 അംഗങ്ങളുണ്ടാകും. വരുന്നത് 5 പേരോ 6 പേരോ വളരെ നിർബന്ധിച്ചു. അതേപോലെ പക്ഷെ അത്രയും ആൾക്കാരെ കൂടുക എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിനോടുള്ള ഒരു താല്പര്യമാണ്. MSS മുസ്ലിം സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത് ഈ നല്ല കാര്യം ഞാൻ അതിനകത്തോളം ഇതുവരെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ്. ഇതിൽ അംഗമാവുക, ഇതിലൂടെ പ്രവർത്തിക്കുക, ജനങ്ങളെ സേവിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമായി കഴിയും. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് പ്രത്യേക താല്പര്യമില്ലാത്ത, ജാതി മത ചിന്തകളില്ലാത്ത എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംഘടനയാണ്. ഇത് രൂപപ്പെട്ട് വരണം. ഈ യൂണിറ്റ് നമ്മുടെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ ഒരു സാംസ്കാരിക സംഘടന ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് രൂപം കൊള്ളും. കൂടിപ്പോയാൽ 6 മാസം കഴിയുമ്പോൾ അതിന് അസ്തമിച്ചു പോകുന്ന എനിക്ക് ഞാൻ വളരെ നേരത്തെ എൻ്റെ കുട്ടിയിലുള്ള CRS മുതൽ ഞാൻ എടുത്ത് നോക്കിയ ഗ്രാമക്ഷേമ സമാജവും അതൊക്കെ ലത്തീഫ് സാറിന് അറിയാം. ഇതൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഘടന. ഉമർ സാറുണ്ട്, ഗ്രാമക്ഷേമ സമാജത്തിൻ്റെ ഒക്കെ പ്രവർത്തിക്കുക. അതൊന്നും ഇതില്ല. കാലങ്ങൾ കഴിയുമ്പോൾ അതൊക്കെ നശിച്ചു സേവനങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലമായി. അപ്പൊ അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും പ്രവർത്തിക്കാൻ ഒരു അവസരം ഈ സംഘടനയിലൂടെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ
ഇപ്പൊ ഈ ഇവിടെ തിരഞ്ഞെടുത്ത ഭാരവാഹികൾക്ക് ഇത് ഭാരവാഹികൾ മാത്രമല്ല ഈ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരേ മനസ്സോട് കൂടി പ്രവർത്തിച്ചാൽ വളരെയധികം കാര്യങ്ങൾ നമുക്ക് ഈ പ്രദേശത്ത് ചെയ്യാൻ കഴിയും. അതെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഇത്ര പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഫാറൂഖിനോട് പറയാനുള്ളത് ഈ ഇതിന്റെ ഈ കമ്മിറ്റി കൃത്യമായി കൂടിയാൽ ഒരുവിധം നമുക്ക് നേരെ കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് ഫാറൂഖ് അത്തരം കാര്യം ആ കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കമ്മിറ്റിക്ക് പുതിയ തെരഞ്ഞെടുത്ത ഈ കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷനും അധ്യക്ഷവേദിയിലിരിക്കുന്ന വ്യക്തികളെ ബഹുമാന്യരെ, ഈ സംഘടനയായിട്ട് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 5-6 മാസത്തോളമായി. കോട്ടയം ജില്ലാ സമ്മേളനം അവിടെയും പോയിരുന്നു. നടന്ന 1-2 കമ്മിറ്റികളും പങ്കെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ മുമ്പേ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് പല രംഗത്തും. ചാരിറ്റി പ്രവർത്തനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇതിലും ഈ സംഘടനയിലും പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാവിധ പ്രവർത്തനമായി ഞാൻ പ്രവർത്തനം മറ്റ് ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അധ്യക്ഷൻ ഉൾപ്പെടെ വേദിയിരിക്കുന്ന എല്ലാവർക്കും മറ്റുള്ള എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. യോഗം പിരിച്ചുവിട്ടായി പ്രഖ്യാപിക്കുന്നു.